ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓരോരോ വീട്ടിലും ഓരോരുത്തരും പല രീതിയിലായിരിക്കുമല്ലോ വെക്കുക. അങ്ങനെ ഞങ്ങൾ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ തലയും ഉപയോഗിക്കാം. അതുകൊണ്ട് തലയുടെ അവിടെയുള്ള കാലും മീശയും കൊമ്പും ഒക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി, ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളി ഒന്നിങ്ങനെ ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി, എന്നിട്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിലേക്ക് ഒപ്പം ഞാൻ എത്രത്തോളം നമുക്ക് കറി വേണോ അതിനാവശ്യമായിട്ടുള്ള പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഇതേപോലെ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് ഒന്ന് കറി ഒന്ന് ചെറുതായി കുറുകി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കറി കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം. കറി ഒന്ന് വറ്റി വന്നാൽ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ഇടുന്നവരെ ടാറ്റാ ബൈ.